ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട എം മുകേഷ് എംഎൽഎക്ക് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉടൻ വിധി പറയും. നടൻ ഇടവേള ബാബു, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിലും കോടതി ഉത്തരവ് ഇന്നുണ്ടാകും. മുൻകൂർ ജാമ്യം തേടാൻ നടൻ നിവിൻ പോളിയും ഹൈക്കോടതിയെ സമീപിക്കും. ഡിജിപിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നടൻ. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് നമുക്കൊപ്പം എത്തുന്നു. ശ്യാം ദേവരാജ്, നടന്മാർക്ക് നിർണായകമാണ്, എം മുകേഷ് എംഎൽഎക്ക് അതിനിർണായകമാണ്. അദ്ദേഹത്തിന്റെ ഭാവി തന്നെ, രാഷ്ട്രീയ ഭാവി തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഈ കോടതി വിധി അത് എപ്പോഴായിരിക്കും ഉണ്ടാവുക? രാവിലെ 11 മണിയോടുകൂടി ഇതിന്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ രാവിലെ 11 മണിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചില്ല. ഇനി അടുത്ത പ്രതീക്ഷ ഉച്ചയ്ക്ക് 2:30 തുറന്ന കോടതിയിൽ തന്നെ വിധി പ്രസ്താവം ഉണ്ടാവും, ഉത്തരവ് പ്രസ്താവിക്കും എന്ന കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് എപ്പോഴാണ് സമയം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് ഉച്ചയ്ക്ക് 2:30 ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത്. ഉച്ചയ്ക്ക് 2:30 ഉണ്ടായില്ലെങ്കിൽ അത് വൈകുന്നേരത്തോടുകൂടി ആയിരിക്കും. എന്തായാലും ഇന്ന് തന്നെ എം മുകേഷ് എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും. ഈ എം മുകേഷ് എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മാത്രമല്ല, എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇടവേള ബാബു പ്രതിയാണ്. ഒപ്പം ലോയേഴ്സ് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരനും ഇതുപോലെ സമാനമായ സ്വഭാവമുള്ള കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ്. ഇവർ 3 പേരുമാണ് ഹൈക്കോടതിയിൽ ഈ 3 കേസുകളിലായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ഈ 3 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. ഇത് വിധി പറയുമ്പോൾ നേരത്തെ 2 ദിവസം അടച്ചിട്ട കോടതി മുറിയിലാണ് സംബന്ധിച്ച് വിശദമായ വാദം കേട്ടത്. വിശദമായ വാദം കേൾക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്ന കാര്യം 3 പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം നൽകരുത് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എം മുകേഷിന്റെ കാര്യത്തിൽ എം മുകേഷിന് അനുകൂലമായി ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് കേസാണെന്നാണ് എം മുകേഷ് സൂചിപ്പിച്ചത്. എം മുകേഷിന് അനുകൂലമായ ചില തെളിവുകൾ കൂടി കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുള്ള വാദത്തിനിടെ ഹാജരാക്കിയിരുന്നു. അത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് ഹാജരാക്കിയിരുന്നത്. ഇക്കാര്യങ്ങൾ കൂടി ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിനുശേഷമായിരിക്കും ഇതെല്ലാം പരിഗണിച്ചാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുക. ഈ വിധി വരുമ്പോൾ അത് ജാമ്യം ലഭിച്ചാൽ മുകേഷ് എംഎൽഎയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അത് മുകേഷിനെ സംബന്ധിച്ചാണ് ഏറ്റവും കനത്ത തിരിച്ചടിയാവുക. നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, നിലവിൽ തന്നെ എം മുകേഷ് രാജിവെക്കണം, ബലാത്സംഗ കേസിൽ പ്രതിയായ എം മുകേഷ് രാജിവെക്കണം എന്നടക്കമുള്ള വലിയ ആക്ഷേപങ്ങൾ അത്തരമൊരു ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എം മുകേഷിനെ സംബന്ധിച്ച് ഈ വിധി എന്നത്, അല്ലെങ്കിൽ ഈ ഉത്തരവ് എന്നത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. എന്തായാലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എം മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനുള്ളിൽ വിധി പറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ലൈംഗികാതിക്രമ കേസിൽ എം മുകേഷ് എംഎൽഎക്ക് വളരെ നിർണായകമാണ്. എം മുകേഷിനേതുപോലെ തന്നെ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുന്ന ഇടവേള ബാബു ഉണ്ട്, ലോയേഴ്സ് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരനുണ്ട്. ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ എപ്പോഴായിരിക്കും തീരുമാനം? എപ്പോഴത്തേക്കാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഈ 3 മുൻകൂർ ജാമ്യാപേക്ഷകളിലും കോടതി ഒരുമിച്ചാണ് വാദം കേട്ടത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിധി പ്രസ്താവവും ഒരുമിച്ചുണ്ടാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഒരു ഒറ്റ ഉത്തരവായിരിക്കില്ല, 3 വ്യത്യസ്തങ്ങളായ ഉത്തരവുകളായിരിക്കും. 3 വ്യത്യസ്തങ്ങളായ മുൻകൂർ ജാമ്യാപേക്ഷകളിലാണ് കോടതി വാദം കേട്ടത്. അത് പക്ഷേ വാദം ഒരുമിച്ച് കേട്ടു, അല്ലെങ്കിൽ ഒരേ സമയത്ത് കേട്ടു എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 3 മുൻകൂർ ജാമ്യാപേക്ഷകളിലും കോടതിയുടെ വിധി പ്രസ്താവം അല്ലെങ്കിൽ ഉത്തരവ് ഒരുമിച്ച് തന്നെയായിരിക്കും പുറത്തു വരിക. പക്ഷേ ഇത് എപ്പോൾ പുറത്തു വരും എന്ന കാര്യത്തിലാണ് നമുക്ക് ഒരു അവ്യക്തതയുള്ളത്. അത് ഒരുപക്ഷെ ഉച്ചയ്ക്ക് 2:30 ഉണ്ടായേക്കാം, അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും. കോടതി നടപടികൾ അവസാനിച്ചതിന് ശേഷമായിരിക്കും ഈ ഉത്തരവ് പുറത്തു വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. മുകേഷിന് നിർണായകമായ മണിക്കൂറാണ് അടുത്തത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം എന്താകും? എം മുകേഷ് എംഎൽഎയുടെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.